വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കൂടുതൽ മുൻഗണന കൊടുക്കണം എന്ന് തോന്നാൻ കാരണം കെ വി തോമസ് മാഷ് തന്നെയാണ്. കാരണം ഇതിൻ്റെ മാനേജിങ് ട്രസ്റ്റി ഒരു പ്രൊഫസറായിരുന്ന് അതേപോലെ തന്നെ പഠിക്കുന്ന കാലത്തും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിച്ച് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ ജോലി കിട്ടുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ആ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു മാർഗദർശി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഇതിനൊരു ഇത് തന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ കൂടുതലും ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസത്തിനും വിദ്യാർത്ഥികൾക്കും ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പോഷകാഹാരം, കാരണം ഗവൺമെൻറ് വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണത്തിന് കൊടുക്കുന്ന ആ തുക കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഒരു പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം, അതിലുപരി ആ കൊടുക്കുന്ന ഭക്ഷണം തന്നെ നല്ല നിലവാരത്തിൽ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പണ്ടത്തെ കാലങ്ങളിലൊക്കെ ഇത് തുടങ്ങുന്ന സമയത്തൊക്കെ തന്നെ വിദ്യാർത്ഥികൾ ഉച്ചക്ക് ഭക്ഷണം കിട്ടാതെ പല സ്കൂളുകളും, പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളുകൾ ഒക്കെ വളരെ ബുദ്ധിമുട്ടുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അത് നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം, ഈ ഒരു പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന മീറ്റ് ദി ഗ്രേറ്റ് അച്ചീവേഴ്സ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു മെട്രോമാൻ ശ്രീധരൻ സാറായിരുന്നു ഇതിൻ്റെ ആദ്യമായിട്ടുള്ള ഫംഗ്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതിനുശേഷം പല വ്യക്തികളും, ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുൻനിരയിലുള്ള ആളുകൾ, ബിസിനസ്സിൽ മുൻനിരയിലുള്ള ആളുകൾ, ഫോർ എക്സാമ്പിൾ യൂസഫ് അലി, കൊച്ചൗസേപ്പ് ചീറ്റിലപ്പള്ളി, അങ്ങനെ പല ഫീൽഡിലുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും, അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ വിധത്തിൽ ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.